വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് പാസേജ്? ഈതേഴ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ആൻ ഓക്സിജൻ ആറ്റം ഈസ് ബോണ്ടഡ് ടു two alkyl groups or aryl groups. Ethers have geometry similar to water and alcohols. അല്ലേ? അപ്പോൾ ഈതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓക്സിജൻ ആറ്റത്തിലോട്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പോ വന്നിട്ടുള്ള കോമ്പൗണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ വാട്ടറിൻ്റെയും അതുപോലെ ആൽക്കഹോൾസിൻ്റെയും പോലെയുള്ള ജിയോമെട്രി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൻ്റെ ജിയോമെട്രി പറഞ്ഞാൽ ഓക്സിജൻ എച്ച് അല്ലേ, 2 ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഇതുപോലെ തന്നെയാണ് ആൽക്കഹോൾ ROH അല്ലേ, ഇവിടെയും 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഈതറിൻ്റെ ജിയോമെട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ദ ജിയോമെട്രി ഓഫ് ആൻ ഈതർ മോളിക്യൂൾ. ഒരു ഈതർ മോളിക്യൂളിൻ്റെ ജിയോമെട്രിയാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഈതർ മോളിക്യൂൾ പറഞ്ഞാൽ ഒരു ഓക്സിജൻ ഉണ്ട്, അതിനായിട്ട് 2 R ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. 2 ലോൺ പെയേഴ്സ് എന്തുണ്ടാവും? ഓക്സിജന് ചുറ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 2 ലോൺ പെയേഴ്സ് ഇങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈതറിൻ്റെ ജിയോമെട്രി വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈതറിൻ്റെ ഒരു ബെൻഡ് ഷേപ്പ്, നമ്മൾ ലോൺ ഷേപ്പ് പറയുമ്പോൾ ലോൺ പെയേഴ്സിനെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യൂല. അപ്പോൾ ബോൺ പെയേഴ്സ് മാത്രം എടുത്താൽ ഒരു V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പാണ് നമ്മുടെ ഈതറിൻ്റെ ഷേപ്പ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, illustrate the basic nature of ethers with the help of a suitable reaction. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈതറിന് ബേസിക് ക്യാരക്ടർ ഉണ്ടാവും. കാരണം എന്താണ്? ഇവിടെ 2 ലോൺ പെയേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 2 ലോൺ പെയേഴ്സ് എന്ത് ചെയ്യും? ഇവർ കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ്, ഇലക്ട്രോൺ പെയേഴ്സിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് ബേസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈതറിന് ഒരു ബേസിക് ക്യാരക്ടറാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഒരു റിയാക്ഷൻ എഴുതാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു റിയാക്ഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈതർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ CH3OCH3 അല്ലേ. ഈ ഒരു ഈതറിൽ ഓക്സിജനിൽ 2 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഈ 2 ഇലക്ട്രോൺ പെയേഴ്സ് ഒരു HBr എന്ന് പറയുന്ന ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ HBr എന്തായിട്ട് മാറും? H+ Br- ആയിട്ട് മാറും അല്ലേ. ബ്രോമിന് ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ H+ ഇലക്ട്രോൺസ് ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ഈതറിലെ ഒരു ലോൺ പെയർ നമ്മുടെ ആർക്ക് കൊടുക്കും? H+ കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്തു? CH3OCH3. അപ്പോൾ ഇവിടെ നമ്മുടെ ലോൺ പെയർ പോയിട്ട് പകരം ഇവിടെ ആര് വന്നു? H വന്നു അല്ലേ. ദെൻ അവിടെ ഒരു ഈതറിൽ ലോൺ പെയർ പോയി, അതിനൊരു പോസിറ്റീവ് ചാർജും പിന്നെ എന്തുണ്ട്? ബാക്കി 2 ലോൺ പെയേഴ്സ് അതുപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. 2 അല്ല, 1 ലോൺ പെയർ അല്ലേ. 2 ലോൺ പെയേഴ്സ് ഉണ്ടായിരുന്നു, അതിലൊന്ന് നമ്മുടെ H+ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഓക്സിജന് പോസിറ്റീവ് ചാർജായി. ദെൻ പിന്നെ അതുപോലെ ബാക്കി 1 ലോൺ പെയർ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഈതറിൻ്റെ ബേസിക് ക്യാരക്ടറിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ അല്ലേ. ഇപ്പോൾ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയേഴ്സിനെ കൊടുക്കാനുള്ള ടെൻഡൻസി. H+നൊക്കെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? H+ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിജനാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ദെൻ C ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ നിങ്ങൾ 4 എണ്ണം തന്നിട്ടുണ്ടെങ്കിലും ഇതിലേതെങ്കിലും നിങ്ങൾ 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ C ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് മീഥൈൽ പ്രൊപ്പൈൽ ഈതർ? മീഥൈൽ പ്രൊപ്പൈൽ ഈതർ. അപ്പോൾ അവിടെ നോക്കൂ, ഏതൊക്കെ ഗ്രൂപ്പാണ് ഉള്ളത്? ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിന് നടക്ക് ഈതർ ഗ്രൂപ്പ് അല്ലേ. അപ്പം മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് ഉണ്ട്, ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. 3 കാർബൺ ആറ്റംസ് വരുന്ന ഗ്രൂപ്പ് CH2CH3. ഇതിന് നടുക്കാരാണുള്ളത്? ഈതർ അല്ലേ. ഇതല്ലേ മീഥൈൽ പ്രൊപ്പൈൽ ഈതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഓക്സിജൻ്റെ 2 സൈഡിലോട്ട് നോക്കുക. ഇവിടെ CH3 ഒറ്റ കാർബൺ, ഇവിടെ
3 കാർബൺ ആറ്റംസ് ഉള്ള ചെയിനാണ്. അപ്പോൾ നമ്മൾ 3 കാർബൺ ആറ്റം ഉള്ള ആളെയാണ് നമ്മൾ പാരൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പറയണം അല്ലേ. അപ്പം മീഥൈൻ്റെ ഗ്രൂപ്പ്, മീഥൈനാണ് ചെറിയ ആൾ അല്ലേ. പ്രൊപ്പൈൽ വലുതല്ലേ, പ്രൊപ്പൈൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ പ്രൊപ്പൈനാണ് നമ്മുടെ പാരൻ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മീഥൈൻ്റെ കൂടെ എന്ത് പറയുക, ഓക്സിജനെയും ചേർത്ത് പറയാം. അപ്പം മീഥോക്സി പ്രൊപ്പൈൻ അതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ആയിട്ട് ആളെ എന്ത് ചെയ്യും, പാരൻ്റ് ആയിട്ട് എടുക്കും, അവസാനം പറയും പ്രൊപ്പൈൻ. ദെൻ ചെറിയ ആളെ കൂടെ ഓക്സിജനും ചേർത്ത് പറയും മീഥോക്സി പ്രൊപ്പൈൻ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ക്യാൻ ഈതേഴ്സ് ടു ബി പ്രിപ്പയർഡ് ബൈ വില്യം സിന്തസിസ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. അതായത് വില്യം സിന്തസിസിൽ എങ്ങനെയാണ് ഈതേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. അതായത് അവിടെ ഏതൊക്കെയാണ് എടുക്കുന്നത്, സോഡിയം ആൽക്കോക്സൈഡ്, ഓക്കെ, സോഡിയം ആൽക്കോക്സൈഡും പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും. വില്യം സിന്തസിസ് പറഞ്ഞാൽ സോഡിയം ആൽക്കോക്സൈഡും പ്രൈമറി ആൽക്കൈൽ ഹാലൈഡുമാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്ന് ഓർക്കുക. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈതർ മോളിക്യൂള് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CONA, അതിൽ നമ്മുടെ OH അല്ലേ, ആൽക്കഹോളിലെ OHലെ Hനെ മാറ്റിയിട്ട് അവിടെ സോഡിയം വന്നു, അതിനാണ് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം ആൽക്കോക്സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ടെർഷ്യറി കാർബണിൽ സോഡിയം ആൽക്കോക്സൈഡ് വരുന്ന ഒരു കോമ്പൗണ്ട്. ദെൻ അതിലോട്ട് നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ് ട്രീറ്റ് ചെയ്യുന്നത്, CH3CH2I. ഓക്കെ, അയഡോ ഈഥൈൻ എടുത്തു. ദെൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ NAയും അയഡിനും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, സോഡിയം അയഡൈഡായിട്ട് മാറും. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ചേർത്ത് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഇതൊക്കെ അതേപോലെ അല്ലേ, CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ എന്താണ് അല്ലേ, NA പോയി, പകരം ഇവിടെ എന്തുണ്ട്, CH3CH2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക CH2CH3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഈതർ കിട്ടിയില്ലേ അല്ലേ, ഓക്സിജൻ ആറ്റം 2 R ഗ്രൂപ്പ് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും. ഓക്കെ, അപ്പോൾ അതൊരു ഈതറാണ്. ഇതിനെയാണ് വില്യം സിന്തസിസ് പറയുക. ഓക്കെ, അപ്പോൾ സോഡിയം ആൽക്കോക്സൈഡും ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈതറിനെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വില്യം സിന്തസിസ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Read the passage given below and answer the following question. അല്ലേ, ഇതും ഒരു പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Nitro compounds are those derivatives of hydrocarbon in which hydrogen atom is replaced by a nitro group. Nitro compounds എന്ന് പറഞ്ഞാൽ നൈട്രോ ആൽക്കെയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് പകരം അവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് വരികയാണ്. ആൽക്കെയിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് അതിലൊരു NO2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നൈട്രോ ആൽക്കെയിൻസ് എന്ന് പറയുക. ആൽക്കീൻസിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് NO2 വരികയാണെങ്കിൽ നൈട്രോ ആൽക്കീൻസ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഒരു NO2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൈട്രോ ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ദീസ് മേ ബി ആലിഫാറ്റിക് ഓർ ആരോമാറ്റിക്. അപ്പോൾ ഈ നൈട്രോ കോമ്പൗണ്ട്സ് എന്താവാം, ആലിഫാറ്റിക് ആവാം, ആരോമാറ്റിക് ആവാം. Nitro alkanes are divided into primary, secondary or tertiary depending upon the attachment of nitro group to primary, secondary, tertiary carbon atoms respectively. ഇപ്പോൾ നൈട്രോ ഗ്രൂപ്പ് പ്രൈമറി കാർബണിലാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി എന്താണ് നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയും. സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി, ദെൻ ടേർഷ്യറി കാർബണിലോട്ടാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ ടേർഷ്യറി നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് നൈട്രോ കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ഒക്കെ. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. നെയിം ദ ഫോളോവിങ് കോമ്പൗണ്ട് അക്കോർഡിംഗ് ടു ദ IUPAC നോമൻക്ലേച്ചർ. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ IUPAC നോമൻക്ലേച്ചർ വരുമ്പോൾ ഇവിടെ നോക്കൂ, 1 നമ്മൾ ചെയിനിൻ്റെ നമ്പർ ചെയ്യണം അല്ലേ. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് പറയുന്നത് NO2 ആണ്. NO2ന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യണം അല്ലേ. അപ്പോൾ 1
2 3 4 5 അല്ലേ? അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്, തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ തേർഡ് പൊസിഷനിലാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പം മീഥൈലാണോ NO2 ആണോ നമ്മൾ ആദ്യം പറയാം? നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ M അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 മീഥൈൽ 2 നൈട്രോ നമ്മളെ പാരന്റ് ചെയിൻ ഏതാണ്? 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട് അല്ലേ? 2 നൈട്രോ പെൻറ്റെയ്ൻ അല്ലേ? പെൻറ്റെയ്ൻ. അപ്പോൾ 3 മീഥൈൽ 2 നൈട്രോ പെൻറ്റെയ്ൻ. ഇതാണ് നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഹാപ്പൻസ് വെൻ പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് അറ്റ് 680 കെൽവിൻ? ഓക്കെ, ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ. നമ്മുടെ പ്രൊപ്പൈന് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ് 680 കെൽവിനിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊപ്പൈൻ എന്ന് പറയുന്നത് എന്താണ്? CH3 CH2 CH3 3 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. HNO3 ആയിട്ട് റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് 680 കെൽവിൻ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ അവിടെ ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. അതായത് NO2 ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രൊപ്പൈന് വെച്ചിട്ട് നൈട്രോ കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പ്രൊപ്പൈനിൽ ഫസ്റ്റ് പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വരും അല്ലേ? അങ്ങനെ 1 നൈട്രോ പ്രൊപ്പൈൻ എഴുതാം. അതായത് CH3 CH2 CH2 NO2 അല്ലേ? 1 നൈട്രോ പ്രൊപ്പീന് വരാം. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരാം. CH3 CH NO2 CH3. അപ്പോൾ 2 നൈട്രോ പ്രൊപ്പൈൻ ആവാം, 1 നൈട്രോ പ്രൊപ്പൈൻ ആവാം, അല്ലെങ്കിൽ എന്താവാം? നൈട്രോ ഈഥൈൻ ആവാം. CH3 CH2 NO2, അല്ലെങ്കിൽ നൈട്രോ മീഥൈനും ആവാം. ഓക്കെ, അപ്പം ഇങ്ങനെ 4 പ്രോഡക്റ്റാണ് നമുക്ക് ഫോം ചെയ്യുക. പ്രൊപ്പൈനെ നമ്മൾ 680 കെൽവിൽ HNO3 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ആദ്യം എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ടുള്ള പോസിബിൾ പ്രോഡക്ട്സ് ഒക്കെ എഴുതുക. അതായത് ഫസ്റ്റ് പ്രൊപ്പൈനിൽ NO2 ഫസ്റ്റ് പൊസിഷനിൽ വരികയാണെങ്കിൽ 1 നൈട്രോ പ്രൊപ്പൈൻ. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന പ്രോഡക്റ്റ് ഉണ്ട്, അത് 2 നൈട്രോ പ്രൊപ്പൈൻ. പിന്നെ പ്രൊപ്പൈനിൽ ആകെ 2 പോസിബിലിറ്റി ഉള്ളൂ, അത് തീർന്നു. പിന്നെ ഈഥൈനിൽ 2 കാർബണുള്ള NO2 അല്ലേ? അപ്പോൾ നൈട്രോ ഈഥൈൻ, പിന്നെ 1 കാർബണില്ല NO2. ഓക്കെ, നൈട്രോ മീഥൈൻ. ഓക്കെ ആണോ? അപ്പോൾ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. റൈറ്റ് ദ റിഡക്ഷൻ ഓഫ് നൈട്രോബെൻസീൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അപ്പോൾ നമ്മുടെ നൈട്രോബെൻസീൻ്റെ റിഡക്ഷൻ ഓഫ് നൈട്രോബെൻസീൻ ഇൻ ആൽക്കലൈൻ മീഡിയം. ഇപ്പോൾ നൈട്രോബെൻസീൻ എന്ന് പറയുന്നത് ഇതല്ലേ? NO2നെ ആൽക്കലൈൻ മീഡിയം എന്ന് പറഞ്ഞാൽ NaOHൻ്റെ പ്രസൻസിൽ സിങ്ക് ആൻഡ് NaOH അവിടെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസോബെൻസീൻ ആണ്. അസോബെൻസീൻ പറഞ്ഞാൽ N ഡബിൾ ബോണ്ട് N വരുന്ന കോമ്പൗണ്ട്സ്. ഇപ്പോൾ അസോബെൻസീൻ്റെ സ്ട്രക്ചർ പറയുന്നത് 2 ബെൻസീൻ റിങ് അപ്പുറത്തും ഇപ്പുറത്തും വരും, നടുക്ക് ഒരു അസോ ഗ്രൂപ്പ് വരും, N ഡബിൾ ബോണ്ട് N. ഓക്കെ, അപ്പോൾ അസോബെൻസീനാണ് ഇതിൻ്റെ പേര്. അസോബെൻസീനാണ് നമുക്ക് കിട്ടുന്നത്, അസോബെൻസീൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കമ്പയർ ദ boiling points of nitro compounds with the corresponding alkanes. Justify your answer. അപ്പോൾ നമ്മുടെ നൈട്രോ കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആൽക്കെയിൻസിനെക്കാട്ടിലും എന്താണ്? കൂടുതലാണ്. അപ്പോൾ ആൽക്കെയിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നൈട്രോ കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലാണ്. അതിന് കാരണം അവിടെ എന്താണ്? ആൽക്കെയിൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, CH4 മീഥേൻ അല്ലേ? അപ്പോൾ ഇതിലൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ CH3NO2 അല്ലേ? ഇതൊരു നൈട്രോ കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്താണ് CH4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ CH4 ഇങ്ങനെ കുറേ ഉണ്ടാവും അല്ലേ? CH4 കുറേ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടാവും. എന്നാൽ ഇവിടെ എന്താണ്? CH3NO2 എടുക്കുകയാണെങ്കിൽ CH3NO2 കുറേ മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? CH3NO2 ഇങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ എന്താണ്? CH3NO2 എന്ന് പറഞ്ഞാൽ ഇവിടെ
NO2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോൺ വിഡ്രോവിങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, CH3ക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ തൊട്ടടുത്ത മോളിക്യൂളിൽ എന്ത് ചെയ്യണം, പോസിറ്റീവും ഇവിടുത്തെ നെഗറ്റീവും തമ്മിൽ ഒരു അട്രാക്ഷൻ, ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും, പ്ലസും മൈനസും. അപ്പോൾ തൊട്ടടുത്ത പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ. അപ്പോൾ അട്രാക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് അതിനെ മെൽറ്റ് ചെയ്യാനോ ബോയിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മീഥേൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീഥേനിൽ എന്തില്ല, ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഇല്ല. ഈ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത കാരണം തന്നെ അടുത്തടുത്ത മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ നൈട്രോ കോമ്പൗണ്ടിൽ അതാണ് ചാർജ് സെപ്പറേഷൻ ഉണ്ടായത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്, ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടായത് കാരണമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Read the passage given below and answer the following question. Hormones are chemical messengers which are secreted by endocrine glands. They are carried through the bloodstream to the target tissues. Vitamins are small organic molecules which are taken in diet and these are required in trace amount for പ്രോപ്പർ ഗ്രോത്ത്. അതായത് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് അല്ലേ. അത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അത് നമ്മുടെ ഫുഡിലൂടെ എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം അല്ലേ. ഈ വൈറ്റമിൻസൊക്കെ നമ്മുടെ ഫുഡിലൂടെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം എ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. ഏതെങ്കിലും ഒരു ഫീമെയിൽ സെക്സ് ഹോർമോണ് പറയാൻ. ഓക്കെ, ഇപ്പം ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രഡയോൾ ഇതൊക്കെ എന്താണ്, ഒരു ഫീമെയിൽ സെക്സ് ഹോർമോണാണ്. അപ്പം അതിൻ്റെ ഈസ്ട്രജൻ്റെ ഒക്കെ ഫങ്ഷൻ എന്താണ്, ഫോർമേഷൻ ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, ഇതൊക്കെ എന്താണ് നമ്മളെ ഈസ്ട്രോജൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാം. Then next എന്താണ്, which disease is caused by deficiency of insulin in human, which gland secrete it. ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഏതാണെന്നാണ്. അതായത് ഈ ഷുഗർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, അതെന്താണ്, ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖമാണ്. ഓക്കെ, അതിൻ്റെ ശരിക്കുള്ള പേരെന്താണ്, ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് നമ്മുടെ എന്തിൻ്റെ പേര്, ഷുഗർ എന്ന് നമ്മൾ പറയുന്ന അസുഖത്തിൻ്റെ പേര് ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, നെക്സ്റ്റ് അത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. ഓക്കെ അല്ലേ, പാൻക്രിയാസ്. നെക്സ്റ്റ്, which water soluble vitamins deficiency causes a disease with symptoms of. അതായത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വാട്ടർ സോലുബിൾ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ചില ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ക്രാക്ക്ഡ് ലിപ്സ്, സ്കെയിലി സ്കിന്ന്, ഇതെന്തിൻ്റെ ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. ദെൻ അനീമിയ, ഇറിറ്റബിലിറ്റി, B6 വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ ആൻഡ് ഇറിറ്റബിലിറ്റി. ഓക്കെ, വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. ഓക്കെ, ദെൻ നെയിം എനി 2 vitamins which are
ഫാറ്റ് സോളിബിൾ. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനെ കുറേ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. വൈറ്റമിൻ ഡി റിക്കറ്റ്സ്, വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, വൈറ്റമിൻ സി വരുമ്പോൾ അവിടെ എന്താണ് ബ്ലീഡിങ് ഗംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ പഠിക്കുക അല്ലേ. വൈറ്റമിൻ B2 ക്രാക്ക്ഡ് ലിപ്സ്, B6 അനീമിയ ആൻഡ് ഇറിറ്റബിലിറ്റി. ഓക്കെ, അത് പഠിച്ചു വെക്കുക. Then next, name any 2 vitamins which are fat soluble. അപ്പോൾ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അടക്ക് അല്ലേ, ADEK. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അല്ലെങ്കിൽ വൈറ്റമിൻ ഇതിലേതെങ്കിലും 2 വൈറ്റമിൻസ് എഴുതി വെക്കുക. ADEK, അടക്ക് അല്ലേ. അപ്പോൾ ഇത് 4 ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഓക്കെ.